സംശയം കൊണ്ട് അധ്യാപകരെ മുട്ടുകുത്തിച്ച വിദ്യാർത്ഥിയായിരുന്നു വി ഡി സതീശൻ എന്ന സഹപാഠി എ ബഷീർ ഓർത്തെടുക്കുന്നു. പഴയ ക്ലാസ് റൂമിലെ ബെഞ്ചിൽ ഒരിക്കൽ കൂടി വി ഡി സതീശനൊപ്പം ഇരിക്കണമെന്ന ആഗ്രഹവും ബഷീർ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ചു. വി ഡി സതീശൻ എന്ന രാഷ്ട്രീയക്കാരനെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഓരോ പടവുകളും എങ്ങനെയാണ് കയറിയതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ നേതാവിനെ കരുപ്പിടിപ്പിച്ച കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ചറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ടാകും. അദ്ദേഹത്തിനോടൊപ്പം പഠിച്ച ബഷീർ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹം സ്കൂളിലൊക്കെ? അത് സ്കൂൾ വളരെ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. കൃത്യനിഷ്ഠ 9 മണിയെന്നുണ്ടെങ്കിൽ 9 മണിക്ക് സ്കൂളിൽ എത്തിക്കും. എന്നും ഒറ്റ ദിവസം മുടങ്ങിയിൽ അദ്ദേഹം. ആദ്യം ആൾക്കാർ മിങ്കിൾ ചെയ്യുന്ന നല്ല സ്വഭാവമായിരുന്നു. ആദ്യം ആൾക്കാർ പഠിക്കുന്ന കാര്യത്തിൽ പൂർവ്വ പിന്നെ ലൈബ്രറിയിൽ എപ്പോഴും പോകും. പുള്ളി ലൈബ്രറി പോയിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്റർവെല്ലിലൊക്കെ കളിക്കാനൊക്കെ പോകുമല്ലോ പുറത്ത്. പ്രോത്സാഹിപ്പിക്കും. പുള്ളി കളിക്കാനൊന്നും പറ്റില്ല. കളിക്കാൻ പ്രോത്സാഹിപ്പിക്കും. കബഡി ടീമിന് സ്കൂളിലെ അതിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. നല്ല പ്രോത്സാഹനം. കളിക്കാൻ പറ്റില്ല. കളിക്കാൻ പറ്റില്ല. പുള്ളി പുള്ളി ഫുട്ബോളിൽ വലിയ ആരാധകനായിരുന്നു. കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ പ്രത്യേക പ്രാവീണ്യമുണ്ട്. ആരെ തിരഞ്ഞെടുക്കാൻ ആരെ കൂട്ടുകൂടണമെന്ന് പുള്ളിക്ക് പ്രത്യേകം അറിയാം. വീഴ്ച സംഭവിച്ചത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ലെന്നുള്ളതാണ് പലരും രാഷ്ട്രീയമായിട്ട് പറയുന്നത്. അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവർക്കാണ്. അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനുപരി അദ്ദേഹം പാർട്ടി അദ്ദേഹത്തെ കൊണ്ടല്ലോ നോക്കുന്നത്. അത് തന്നെയായിരുന്നു പഠിക്കുന്ന സമയത്ത്. അങ്ങനെ ഇപ്പൊ പാർട്ടി അദ്ദേഹത്തെ കൊണ്ടാണ് നോക്കുമ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ശീലം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ ബുക്ക് ഇങ്ങനെ തുളത്ത് വെക്കും. ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് പിള്ളേർ വരുള്ളൂ. ഇപ്പൊ അങ്ങനെ ആരും വെക്കാറില്ല. ബാഗല്ലേ? ബാഗാണ്. ഇപ്പൊ എല്ലാവർക്കും ബാഗാണ്. ഇപ്പൊ ബുക്കൊന്നും അങ്ങനെ വെക്കാറില്ലല്ലോ. ചോറുണ്ടാവും. ഭക്ഷണം ഉണ്ടാവും. ചാനലിന്റെ ക്യാമറകൾക്ക് മുമ്പിൽ ദേഷ്യപ്പെടുന്ന സതീഷിനെയൊക്കെ കാണുന്നുണ്ടല്ലോ, നാട്ടുകാർ കാണുന്നുണ്ട്. എങ്ങനെയാണ് പേഴ്സണലി? പേഴ്സണൽ നമ്മൾ വളരെ സ്നേഹമാണ്. ഉള്ളിൽ വളരെ സ്നേഹമുണ്ട് അദ്ദേഹത്തിന്. പെട്ടെന്ന് ദേഷ്യം ചെറിയൊരു മുൻകോപം വരും അദ്ദേഹത്തിന്. അത് എല്ലാവർക്കും സ്വാഭാവികം ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും മുൻകോപം ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയൊന്നുമില്ല. കുട്ടിക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും അടി അങ്ങനെയുള്ള പരിപാടിയൊന്നും പിടിക്കില്ല. പഠിക്കാൻ നമ്പർ 1 ആയിരുന്നു. ക്ലാസ് നമ്പർ 1 പഠിക്കാൻ. ഇത്രത്തോളം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പുള്ളി ഗഹനമായിട്ട് ചിന്തിച്ച് ഗഹനമായിട്ട് ആലോചിച്ച് എല്ലാം എടുത്തിരുന്ന ഒരാളാണ്. ചേട്ടൻ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ? എനിക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റും. അവന്റെ വന്നുപോയതാണ്. വീടിന്റെ ജീവിതം എടുത്ത് പകർത്താൻ ആർക്കും സാധ്യമല്ല. വീടി തന്നെ. അപ്പൊ എനിക്ക് സഹപാഠിയാണ് എന്റെ മുഖ്യമന്ത്രിയാണ്. രണ്ടുമാണ് മുഖ്യമന്ത്രിയാണ്. അടുപ്പം സഹപാഠിയാണ്. അടുപ്പം മുഖ്യമന്ത്രിയൊക്കെ പിന്നെ നമ്മൾ ആദ്യം കാണുന്ന സഹപാഠിയായിട്ടല്ലേ. സഹപാഠിയായിട്ട് കണ്ട് കൊണ്ടുവന്ന ആളാണ്. അപ്പോ മുഖ്യമന്ത്രി ഇതുവരെ സന്തോഷം എനിക്ക് കിട്ടാനില്ല. ഇത് തന്നെയാണ് യഥാർത്ഥ സഹപാഠി എന്ന് പറയുന്നത്. സതീശൻ 10 കറുത്ത ടീഷർട്ട് എടുത്താൻ 10 കറുത്ത ടീഷർട്ട് ഇട്ടിരിക്കാൻ ഇതിന്റെ അതിനെ പോലത്തെ എന്തുപറ്റി? നീ കറുത്തയിടുള്ളൂ. വീട് മുഖ്യമന്ത്രി കറുത്തയിടുള്ളൂ. ആയില്ലെങ്കിൽ മുഖ്യമന്ത്രി ആയില്ല. അതാ എന്റെ ജീവിതത്തിന് ഇനി വിട്ടുള്ളൂ. തീരുമാനത്തോടെ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഇനി ജീവിതത്തിൽ കറുത്ത ഷർട്ട് മാത്രമേ ഇടുകയുള്ളൂ എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. 10 ടീഷർട്ട് വാങ്ങുകയും ചെയ്തു. പക്ഷെ എന്തായാലും അത് ഇനി വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാം. വെള്ള തന്നെ. ഇനി വെള്ള തന്നെ. നിഖിൽ ജോസഫിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.